ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മൾ 2025 ജാനുവരി 29 സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഇത് എളുപ്പമാണ് എന്ന് തോന്നുമെങ്കിലും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എ പിനെ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നത്, എ പി എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ്, പിന്നെ nth ടേം AN = A+n-1 × D, ഇങ്ങനെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എ പി റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും ക്ലാസ് മുറികളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എ പിൻ്റെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററലി ഈ ക്വസ്റ്റ്യനെ ക്രഷ് ചെയ്യാം, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. ആ പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. സോ ഫോർ എൻ എ പി, A1 കോൺസെപ്റ്റ് ആണ്, ദിസ് ഇസ് ആൻ ഐഡിയ. ഫോർ എൻ എ പി A1, A2, A3 etc. AN, ഒരു n ടേംസ് ഉള്ള ഒരു എ പി, എന്നിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിലും ആവാം, 20 ആവാം, 100 ആവാം, 2024 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. Be an AP, yes, this is an AP. Then AM of, AM means arithmetic mean. അത് 2 ടേം ആണെങ്കിൽ A+B/2, 3 ടേം ആണെങ്കിൽ A+B+C/3, എല്ലാം കൂടി ആഡ് ചെയ്യുക, അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് arithmetic mean of equal number of terms. Equal number of terms symmetrically taken. Symmetrically means first term എടുത്താൽ ലാസ്റ്റ് ടേം എടുക്കുക, സെക്കൻഡ് ടേം എടുത്താൽ സെക്കൻഡ് ലാസ്റ്റ് ടേം എടുക്കുക, തേർഡ് ടേം എടുത്താൽ തേർഡ് ലാസ്റ്റ് ടേം എടുക്കുക. ഇതാണ് സിമെട്രിക്കലി ടേക്കൺ എന്ന് പറയുന്നത്. ഈക്വൽ നമ്പർ ഓഫ് ടേംസ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾ ബിഗിനിങ്ങിൽ നിന്ന് 3 ടേം എടുത്താൽ എൻഡിൽ നിന്ന് 3 ടേം എടുക്കുക, അതാണ് ഈക്വൽ നമ്പർ. എങ്ങനെ എടുക്കണം? സിമെട്രിക് ആയിട്ട് എടുക്കണം. ഫസ്റ്റിന് സിമെട്രിക് ആയിട്ടുള്ള ടേം ലാസ്റ്റ്, സെക്കൻഡിന് സിമെട്രിക് ആയിട്ടുള്ള ടേം സെക്കൻഡ് ലാസ്റ്റ്, തേർഡിന് സിമെട്രിക് ആയിട്ടുള്ള ടേം തേർഡ് ലാസ്റ്റ്. അങ്ങനെ സിമെട്രിക്കലി ടേക്കൺ ഫ്രം ബിഗിനിങ് ആൻഡ് എൻഡ്, തുടക്കത്തിൽ നിന്നും അവസാനത്തിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് ടേംസ് സിമെട്രിക്കൽ ആയിട്ട് എടുത്ത് AM എടുത്തു കഴിഞ്ഞാൽ ഈസ് എ കോൺസ്റ്റന്റ്. അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A1 + AN ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2, ദിസ് വിൽ ബി ഈക്വൽ ടു A2 + AN-1/2. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേമിൻ്റെയും കൂടി ആവറേജ് എടുക്കുന്നത് ഫസ്റ്റ് ടേമിൻ്റെ സെക്കൻഡ് ടേമിൻ്റെ സെക്കൻഡ് ലാസ്റ്റ്, ദിസ് ഇസ് അഗൈൻ ഈക്വൽ ടു A2 + A4 സെക്കൻഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് സെക്കൻഡ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് AN-1 ഫോർത്ത് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് AN-3 ഓൾ ഡിവൈഡ് ബൈ, ഇവിടെ 4 ടേംസ് എടുത്തു, സിമെട്രിക്കലി ടേക്കൺ 2 ടേംസ് ഫ്രം ദ ബിഗിനിങ്, 2 ടേംസ് ഫ്രം ദി എൻഡ്, ആൻഡ് ദേ ആർ ടേക്കൺ സിമെട്രിക്കലി ബൈ 4. ദിസ് വിൽ ബി അഗൈൻ ഈക്വൽ ടു ഇവിടെ നിന്ന് A1 + A3 + A4 ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫസ്റ്റ് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് AN ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, A3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് AN-2 തേർഡ് ലാസ്റ്റ് ടേം പ്ലസ് A4ന് കറസ്പോണ്ടിങ് ആയിട്ട് AN-3. നൗ യു took total 6 terms, 3 terms from the beginning and 3 terms from the end, symmetrically taken. 6 ടേം ഉള്ളതുകൊണ്ട് all divided by 6, അപ്പോഴാണല്ലോ AM ആവുള്ളൂ. ഇതെല്ലാം സെയിം ആണ്. ഇനിയും നിങ്ങൾക്ക് എഴുതാം, തുടക്കത്തിൽ നിന്നൊരു 4 ടേം എടുക്കുക, A2 + A4 + A6 + A8, ഓൾട്ടർനേറ്റ് ആയിട്ട് 4 ടേം എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയിട്ട് ഈക്വൽ നമ്പർ ഓഫ് ടേം എൻഡിൽ നിന്ന് എടുക്കുക. സോ ഫ്രം ദ ബിഗിനിങ് ആൻഡ് എൻഡ്. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഫോർ ആൻ AP, arithmetic mean of equal number of terms symmetrically taken from the beginning and end will always be a constant. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പണിയില്ല, വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ നോക്കൂ, A5 മുതൽ A2020 വരെ എത്ര ടേംസ് ഉണ്ടെന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2020 മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ അവിടെ A5 കഴിഞ്ഞാൽ പിന്നെ A10, A15 അങ്ങനെയാണ് പോകുന്നത്. സോ ഓൾ ഡിവൈഡഡ് ബൈ 5 + 1. സോ ദിസ് ഇസ് 2015/5 + 1. ഇവിടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 403 + 1 404. പക്ഷേ 2 ടേം കൂടി എക്സ്ട്രാ ഉണ്ട്. ഇവിടെ A1 അവസാനം A2024 ഉണ്ട്, അതുകൂടെ ചേരുമ്പോഴേക്കും അവിടെ 404 ടോട്ടൽ. 404 + 2 you will get 406 terms. 406 ടേംസ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് ദേ ആർ സിമെട്രിക്കലി ടേക്കൺ. A1ന് കറസ്പോണ്ടിങ് ആയിട്ട് A2024, A5 ഫിഫ്ത്ത് ടേം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഫിഫ്ത്ത് ലാസ്റ്റ് ടേം, ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫിഫ്ത്ത് ടേം. A10 ഈസ് 10th ടേം, കറസ്പോണ്ടിങ്ങിലി ഇവിടെ A2015 10th ലാസ്റ്റ് ടേം. അപ്പോൾ ഇത് സിമെട്രിക്കലി ടേക്കൺ ആണ്. അത് ഇതുമായിട്ട് ആവറേജ് എടുക്കുന്ന സമയത്ത് സെയിം ആവണം, ഇത്ര ഉള്ളും സംഭവം. അതായത് ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ എഴുതിയേക്കുന്ന ഐഡിയ നന്നായിട്ട് പഠിക്കുക. അത് നേരത്തെ അറിയാവുന്ന കുട്ടികളെല്ലാം ഇത് മിനിമം
സെക്കൻഡ്സിൽ വിത്തിൻ സെക്കൻഡ്സ് ഇത് ഉറപ്പായിട്ടും സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സമ്മ് A1 മുതൽ A 2024 വരെയുള്ള ടോട്ടൽ സമ്മാണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് 2024 ഇസ് ഈക്വൽ ടു ഇവിടെ തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് 2233 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. അതിലെ നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മളിവിടെ കഷ്ടപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ആ ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 404, പിന്നെ 2 ടേം എക്സ്ട്രാ മൊത്തം 406. ഇനി ഇവിടുന്ന് എസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എസ് കണ്ടുപിടിച്ചാൽ ഇത്രേ കാര്യമുള്ളൂ. ഇനി ഒരു കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ ദിസ് വിൽ ബി 1012, ദിസ് ഈസ് 203. സോ എസ് ഈസ് ഈക്വൽ ടു 1012 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 1012 ഇൻറ്റു 2233 2233 ഡിവൈഡഡ് ബൈ 203. ഇതിവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. 2233 വി ആർ ഡിവൈഡിങ് ബൈ 203. നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇവിടെ 1 223 ഒരെണ്ണം, അപ്പോൾ 203 ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ 21. സോ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ ഇവിടെ 11 ആണ്. സോ യുവർ ആൻസർ ഈസ് 1012 ഇൻറ്റു 11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1012 ഇൻറ്റു 11 1012 23111. So this is 11132 is the answer. 11,132. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഇത് ഓപ്ഷനുള്ള ടൈപ്പ് അല്ല, ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പാണ്. സോ 11,132 ആണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെത്തേഡിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് തന്നെയാണോ കിട്ടുന്നത് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ എൻ്റെ കയ്യിൽ ആൻസർ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളത് പരിശോധിച്ച് നോക്കുക ഇത് തന്നെയാണോ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക തെറ്റിയിട്ടുണ്ടെന്ന്. ശരിയാണെങ്കിൽ നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യണമെന്നില്ല, ഓൾറെഡി ശരിയാണല്ലോ. ഓക്കെ, എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതിൻ്റെ ആൻസർ അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. സോ ഫോർ എൻ AP, AM of equal number of terms symmetrically taken from the beginning and end will always be a constant. ഇത് നിങ്ങൾക്ക് JEE മെയിൻ അല്ല, നിങ്ങൾക്ക് കീം കുസാറ്റ് പോലുള്ള ചെറിയ പരീക്ഷകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് യൂഷ്വലി സോൾവ് ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ഈ മെത്തേഡിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പകുതി സമയം കൊണ്ടോ അതിൽ താഴെ സമയം കൊണ്ടോ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.